നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ Cbse ഹിസ്റ്ററിയിലെ 10ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി 3 ഭാഗങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ദ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ആ ടോപ്പിക്കാണ്. അതിൽ ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റി അതുൾപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങൾ, അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകൾ, പിന്നെ അരിസ്റ്റോക്രസിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പുതിയതായിട്ട് എമർജൻസ് ചെയ്ത് വന്ന മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മിഡിൽ ക്ലാസ്സിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. കൂടാതെ ലിബറൽ നാഷണലിസം എന്താണ്, ലിബറലിസം, ലിബർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്, ഈ ലിബറൽ നാഷണലിസത്തിന് പൊളിറ്റിക്സിലും അതോടൊപ്പം തന്നെ എക്കണോമിക്സിലും ഉള്ള അർത്ഥ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം ആ വീഡിയോ കാണാതെ ഈ വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടി ആ ഫ്ലോയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഓക്കെ, അപ്പം ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക് 2-ലെ തന്നെ അടുത്ത ഭാഗമായിട്ടുള്ള ന്യൂ കൺസർവേറ്റീവ്സം ആഫ്റ്റർ 1815 എന്നുള്ള ആ ഭാഗമാണ്. അപ്പോൾ എല്ലാവർക്കും തോട്ട്സ് ആൻഡ് ആൽഫബറ്റ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എ ന്യൂ കൺസർവേറ്റീവ്സം ആഫ്റ്റർ 1815 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹെഡിങ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ട് പുതിയ എന്നാണ് അർത്ഥം, കൺസർവേറ്റീവ്സം എന്നും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു വർഷം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കൺസർവേറ്റീവ്സം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കൺസർവേറ്റീവ്സം ഇസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി ദാറ്റ് സ്ട്രെസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷൻ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കസ്റ്റംസ് ആൻഡ് പ്രിഫേർഡ് ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ടു ക്വിക്ക് ചേഞ്ച്. അപ്പോൾ ഈ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന ഈ വേർഡ് നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ് പൊതുവേ. അതായത് കുറച്ച് യാഥാസ്ഥികരായിട്ടുള്ള പഴയ കാര്യങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഫാമിലീനെ നമ്മൾ കൺസർവേറ്റീവ്സ് ഫാമിലി എന്ന് പറയാറുണ്ട്. എൻ്റെ ഫാമിലി കുറച്ച് കൺസർവേറ്റീവ് ആണ് എന്നൊക്കെ രീതിയിൽ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ രീതികളോട്, അതായത് പണ്ടത്തെ സ്ഥാപനങ്ങളോട്, പണ്ടത്തെ ആചാരങ്ങളോട്, ട്രഡീഷനോടൊക്കെ ഇപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുന്ന, ഒരു പെട്ടെന്നുള്ളൊരു മാറ്റം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാറ്റം അവർക്ക് പ്രശ്നമില്ല, പക്ഷേ സഡനായിട്ടുള്ളൊരു ചേഞ്ച് അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മെല്ലെ ഗ്രാജുവലായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഈ കൺസർവേറ്റീവ്സ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ ഡെഫിനേഷൻ നിങ്ങളൊന്നും അവിടെ ഓർത്ത് വയ്ക്കാം. ഈ കൺസർവേറ്റീവ്സം യൂറോപ്പിൽ ഓൾറെഡി ഉണ്ട്, നേരത്തെ തന്നെ ഉണ്ട്, പക്ഷേ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ ന്യൂ കൺസർവേറ്റീവ്സം എന്നാണല്ലോ. അപ്പോൾ ന്യൂ പറഞ്ഞാൽ പുതിയ. അപ്പോൾ ഈ കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ പുതിയ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ 1815 എന്നുള്ളൊരു ഡേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1815 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ നെപ്പോളിയൻ. അപ്പോൾ അദ്ദേഹം ഫ്രാൻസിലാണ് ആദ്യമായിട്ട് 1799 അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം യൂറോപ്പിലെ മിക്കവാറും പ്രദേശങ്ങളൊക്കെ അദ്ദേഹം അറ്റാക്ക് ചെയ്യുകയും കീഴടക്കുകയും ഒരുപാട് റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലൊക്കെ കൊണ്ടുവന്നിട്ട് ഭരണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു നെപ്പോളിയൻ. അപ്പോൾ അത് തന്നെ ഈ കൺസർവേറ്റീവുകൾക്ക് അത് തീരെ അത്ര താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു ഈ നെപ്പോളിയൻ്റെ ഈ മുന്നേറ്റം. അപ്പോൾ അവർ വളരെ കൂട്ടം ചേർന്നുകൊണ്ട് ഈ നെപ്പോളിയനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെപ്പോളിയൻ തോറ്റ ഒരു വർഷമാണ് 1715. അദ്ദേഹം പരാജയപ്പെട്ട ആ യുദ്ധത്തിൻ്റെ പേര് വാട്ടർലൂ എന്നാണ് കൂടി അവർക്ക്. വാട്ടർലൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിലാണ് നെപ്പോളിയൻ തോൽക്കുന്നത്. അപ്പോൾ തുടർന്നുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോളോയിങ് ദ ഡിഫീറ്റ് ഓഫ് നെപ്പോളിയൻ ഇൻ 1815, യൂറോപ്യൻ ഗവൺമെൻറ്റ്സ് വെർ ഡ്രിവൺ ബൈ എ സ്പിരിറ്റ് ഓഫ് കൺസർവേറ്റിസം. അപ്പോൾ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ തോൽക്കുകയാണ്. അപ്പോൾ നെപ്പോളിയൻ തോറ്റപ്പോൾ ഇപ്പോൾ ഇയാളെ കീഴടക്കിയ ഈ യൂറോപ്യൻ പവേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സ് ദേ വർ ഡ്രിവൺ ബൈ എ സ്പിരിറ്റ് ഓഫ് കൺസർവേറ്റീവ്സം. അപ്പോൾ ഇവരെ മുന്നോട്ട് നയിക്കുന്ന ഇവർക്ക് ഉണർവ് നൽകുന്ന, അവർക്ക് ഉന്മേഷം നൽകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കൺസർവേറ്റീവ്സമാണ്. അതായത് പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻ, പഴയ ആചാരങ്ങൾ, അതൊക്കെ നമുക്ക് അതേപോലെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന ആ വ്യക്തികൾ.
So conservatives believed that established traditional institutions of state and society like the monarchy, church, social hierarchies, property and the family should be preserved. അപ്പോൾ അവരുടെ ആഗ്രഹം ഇതാണ്. അവർ വിശ്വസിക്കുന്ന ഇത്രയേ ഉള്ളൂ, എന്താണ്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, പണ്ട് സ്ഥാപിച്ചിട്ടുള്ള, നമ്മൾ പരമ്പരാഗതമായിട്ട് തുടർന്നു കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, അത് ഗവൺമെൻറ് ആയാലും സമൂഹമായാലും ആ പഴയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നാണ് അടുത്ത ലൈനിൽ പറയുന്നത്. ലൈക്ക് മൊണാർക്കി, ഒന്ന് രാജഭരണം, പിന്നെ ചർച്ച്, ഈ ക്രിസ്ത്യൻ പള്ളികൾ, പിന്നെ സോഷ്യൽ ഹൈറാർക്കീസ്. സോഷ്യൽ ഹൈറാർക്കി എന്ന് പറഞ്ഞാലും ഈ സാമൂഹിക ഘടന. ഇപ്പം മുകളിൽ ഒരു രാജാവ്, താഴെ പ്രഭുക്കന്മാർ, അവരുടെ താഴെ ഈ ഇവർക്കൊക്കെ അടിമപ്പണി ചെയ്യുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള ഈ ഹൈറാർക്കി, ഈ സോഷ്യൽ സ്ട്രക്ചർ അതുപോലെ കൊണ്ടുവരിക. പിന്നെ പ്രോപ്പർട്ടി, അതുപോലെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്വത്ത് ആരുടെ കയ്യിലായിരിക്കും പണ്ടുണ്ടായിരുന്നു, അവർക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ ഫാമിലി സിസ്റ്റം എങ്ങനെയായിരുന്നു പണ്ട്, അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ഈ കൺസർവേറ്റീവ്സിൻ്റെ ആൾക്കാർ വിശ്വസിക്കുന്നത്. ആൻഡ് ഷുഡ് ബി പ്രിസർവ്ഡ്, അത് നിലനിർത്തണം എന്നാണ് അവരുടെ ആഗ്രഹം. So most conservatives, however, did not propose a return to the society of pre-revolutionary days. പ്രീ-റവല്യൂഷണറി ഡേയ്സ് എന്ന് പറഞ്ഞാൽ റവല്യൂഷൻ്റെ മുമ്പത്തെ. അപ്പോൾ നമുക്കറിയാം ഫ്രാൻസിൽ റവല്യൂഷൻ നടക്കുന്നത് 1789 നമുക്കറിയാം. അപ്പോൾ ആ റവല്യൂഷന് മുമ്പ് എങ്ങനെയായിരുന്നു ഫ്രഞ്ച് സമൂഹം ഉണ്ടായിരുന്നത്, അതിലേക്ക് എക്സാക്ട്ലി അതുപോലെ തിരിച്ചു പോകണ്ട, ചില മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം. ആ മാറ്റങ്ങൾ നമ്മുടെ തന്നെ അധികാരത്തിനെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുക എന്ന് ഈ കൺസർവേറ്റീവ്സ് വിശ്വസിക്കുകയാണ്. അപ്പം അതേപടിയുള്ളൊരു മാറ്റം, പെട്ടെന്നുള്ളൊരു മാറ്റവും വേണ്ടെന്ന, പഴയ സിസ്റ്റത്തിലേക്ക് അതേപോലെ തന്നെ തിരിച്ചു പോവുകയും വേണ്ട, കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം എന്നിവർ വിശ്വസിക്കുകയാണ്. റാദർ ദേ റിയലൈസ്ഡ് ഫ്രം ദ ചേഞ്ചസ് ഇനീഷ്യേറ്റഡ് ബൈ നെപ്പോളിയൻ ദാറ്റ് മോഡേണൈസേഷൻ could in fact strengthen traditional institutions like monarchy. ഇപ്പോൾ നെപ്പോളിയൻ ഒരുപാട് റവല്യൂഷണറി മാറ്റങ്ങൾ ഭരണമേഖലയിൽ ഫ്രാൻസിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നെപ്പോളിയന് ഒരുപാട് പിന്തുണ അവിടെ കിട്ടുന്നതും. അപ്പോൾ ഈ നെപ്പോളിയൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് അതേപോലെ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലും എടുക്കാം എന്നവർ വിശ്വസിക്കുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഇവരുടെ തന്നെ ഈ ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഈ മൊണാർക്കിയൊക്കെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നവർ വിശ്വസിക്കുന്നു. സോ ഇറ്റ് കുഡ് മേക്ക് സ്റ്റേറ്റ് പവർ മോർ എഫക്റ്റീവ് ആൻഡ് സ്ട്രോങ്. അപ്പോൾ അത് നമ്മുടെ അധികാരത്തെ ഒന്നുകൂടി കഴിവുറ്റതാക്കുകയും ഒന്നുകൂടി ബലപ്പെടുത്തുകയും ചെയ്യും എന്നവർ പറയുകയാണ്. അപ്പോൾ ഏതൊക്കെ മാറ്റങ്ങളാണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, എ മോഡേൺ ആർമി അവർക്കുണ്ട്, പക്ഷെ ഒരു മോഡേൺ ആയിട്ടുള്ള അച്ചടക്കത്തോടെയുള്ള ഒരു ആർമി. ഇപ്പം നെപ്പോളിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതനുസരിക്കുന്ന, അതേപോലെ പ്രവർത്തിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ആർമി നെപ്പോളിയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള വിജയങ്ങളൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ അതേപോലെയുള്ളൊരു മോഡേൺ ആയിട്ടുള്ള ആർമി നമുക്ക് വേണമെന്ന് കൺസർവേറ്റീവ്സ് പറയുന്നു. അതോടൊപ്പം തന്നെ ആൻ എഫിഷ്യൻറ്റ് ബ്യൂറോക്രസി പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും. ഇപ്പോൾ രാജാവിന് വേണ്ടി പണിയെടുക്കുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള, നല്ല കഴിവുറ്റ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് വേണം. പിന്നെ എ ഡൈനാമിക് എക്കണോമി, വളരെ ചലനാത്മകമായിട്ടുള്ള, യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ ഇറക്കുമതി കയറ്റുമതി ബാക്കി എല്ലാ ക്രയവിക്രയങ്ങളും നടക്കുന്ന ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു സാമ്പത്തിക രംഗം നമുക്ക് വേണം. പിന്നെ അതിൻ്റെ കൂടെ അവർ പറഞ്ഞ അബോളിഷൻ ഓഫ് ഫ്യൂഡലിസം ആൻഡ് സെർഫ്ഡം. ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ മധ്യകാല യൂറോപ്പിൽ നിലനിന്ന ഒരു സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ രാജാവ്, പ്രഭുക്കന്മാർ, നൈറ്റ്സ്, പിന്നെ താഴേക്കടയിൽ പെസൻസ്, സെർഫ്സ്, ഈ ഒരു ഹൈറാർക്കിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തരം അടിമത്തമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഫ്യൂഡലിസത്തിൻ്റെ അബോളിഷൻ, അപ്പോൾ ഈ ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും താഴെ തട്ടി കിടക്കുന്ന ആൾക്കാരാണ് സെർഫുകൾ. അപ്പോൾ സെർഫ്ഡം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന അടിമപ്പണി എന്നുള്ളതൊക്കെ എൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഫ്യൂഡലിസം നമുക്ക് അബോളിഷ് ചെയ്യണം, സെർഫ്ഡം നമുക്ക് അബോളിഷ് ചെയ്യണം, പുതിയൊരു മോഡേൺ ആർമി കൊണ്ടുവരണം, അതുപോലെ തന്നെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്യൂറോക്രസി നമുക്ക് വളർത്തിയെടുക്കണം. പിന്നെ നമ്മുടെ സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞാൽ ചലനാത്മകമായിരിക്കണം എന്നൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ആവാം എന്നവർ പറയുകയാണ്. സോ അങ്ങനെയൊക്കെ വന്ന എന്താ അതിൻ്റെ നേട്ടം? ഇറ്റ് വുഡ് സ്ട്രെങ്തൻ ദ ഓട്ടോക്രാറ്റിക് മൊണാർക്കീസ് ഓഫ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിലെ സ്വേച്ഛാധിപതികളായിട്ടുള്ള
ഈ രാജാക്കന്മാരെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുമെന്നാണ് ഈ കൺസർവേറ്റീവ്സ് വിശ്വസിക്കുന്നത്. അപ്പോൾ കൺസർവേറ്റീവ്സിൻ്റെ ഡെഫിനിഷൻ ഇവിടെ നോക്കി പഠിക്കുക. അപ്പോൾ ഇവർ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ശേഷം 1815 വീണ്ടും അധികാരത്തിൽ വരുന്നു. തുടർന്ന് എന്തൊക്കെ മാറ്റങ്ങളോട് കൂടിയിട്ടൊരു പുതിയ ഭരണമാണ് ഇനി അവിടെ സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ ഇൻ 1815 representatives of the European powers, Britain, Russia, Prussia and Austria, who had collectively defeated Napoleon, met at Vienna to draw up a settlement for Europe. 1815 യൂറോപ്പിൽ ഇവർ വാട്ടർലൂവിൽ വെച്ചിട്ട് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ അധികാരം ഇവരുടെ കയ്യിലാണ്, കൺസർവേറ്റീവ്സിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ മാറ്റങ്ങൾ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴയ അതേ ആ രീതിയിലേക്ക് ഇവർക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. കുറേയൊക്കെ മാറ്റങ്ങൾ ഇവർ കൊണ്ടുവരണം. അപ്പോൾ ഇനി ഏതൊക്കെ രീതിയിലാണ് ആ മാറ്റങ്ങളൊക്കെ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നെപ്പോളിയനെ ഒന്നിച്ച് തോൽപ്പിച്ച ഈ രാജ്യങ്ങളെല്ലാം കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വിയന്നയിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മീറ്റിംഗ് നടക്കുന്ന വർഷം 1815 ഓർക്കാം. അപ്പോൾ വിയന്ന കോൺഗ്രസ് എന്ന പേരിലാണ് ആ പ്രശസ്തമായിട്ടുള്ള മീറ്റിംഗ് അറിയപ്പെടുന്നത്. അപ്പോൾ വിയന്ന കോൺഗ്രസ് നടന്ന വർഷം 1815. ദ കോൺഗ്രസ് വാസ് ഹോസ്റ്റഡ് ബൈ ഓസ്ട്രിയൻ ചാൻസലർ ഡ്യൂക്ക് മെറ്റേണിക്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. വിയന്ന കോൺഗ്രസ് വിളിച്ചു ചേർത്ത ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ഓസ്ട്രിയൻ ചാൻസലർ ആയിട്ടുള്ള ഡ്യൂക്ക് മെറ്റേണിക് ആണെന്ന് അവിടെ ഓർത്തിരിക്കുക. സോ ദ ഡെലിഗേറ്റ്സ് ഡ്രൂ അപ്പ് ദ ട്രീറ്റി ഓഫ് വിയന്ന ഓഫ് 1815. ഇപ്പോൾ ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത വ്യക്തികളെ നമ്മൾ ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത്. അതിലുണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിലത്തെ ഡെലിഗേറ്റ്സ് ഒരു ട്രീറ്റി, ഒരു ഉടമ്പടി അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഉടമ്പടിയെ പറയുന്ന പേരാണ് ദ ട്രീറ്റി ഓഫ് വിയന്ന ഓഫ് 1815. 1815 വിയന്നയിൽ വെച്ച് നടന്ന ഉടമ്പടി. ഇപ്പോൾ ഈ പേര് കൂടെ അവിടെ ഓർത്തിരിക്കാം. വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് അൺഡൂയിങ് മോസ്റ്റ് ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഹാഡ് കം അബൌട്ട് ഇൻ യൂറോപ്പ് ഡ്യൂറിങ് ദ നെപ്പോളിയനിക് വാർ. അപ്പോൾ ഈ ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം ഇതാണ്, അൺഡൂയിങ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നെപ്പോളിയൻ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ അൺഡൂ ചെയ്യാം, അത് നിർത്തലാക്കുക അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക എന്നതായിരുന്നു ഈ ട്രീറ്റി ഓഫ് വിയന്ന ഓഫ് 1815 ലക്ഷ്യം. അപ്പോൾ നെപ്പോളിയനിക് വാർ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളും അയാൾ അറ്റാക്ക് ചെയ്തിട്ട് കീഴടക്കാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും അയാൾ ചെയ്ത കുറേ നല്ല കാര്യത്തിൻ്റെ പേരിൽ പിന്തുണ കിട്ടിയ ഒരു വ്യക്തിയാണ് നെപ്പോളിയൻ. അപ്പോൾ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് നിർത്തലാക്കണം. അപ്പോൾ ഇതിൻ്റെ ആദ്യ നടപടിയായിട്ട് അവർ ചെയ്യുന്നത് ഫ്രാൻസിലെ ഡൈനാസ്റ്റിയാണ്, രാജവംശമാണ് ബോർബോൺ ഡൈനാസ്റ്റി. അപ്പോൾ 1789 വിപ്ലവത്തിന് ശേഷം അവരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദ ബോർബോൺ ഡൈനാസ്റ്റി വിച്ച് ഹാഡ് ബീൻ ഡീപോസ്ഡ് ഡ്യൂറിങ് ദ ഫ്രഞ്ച് റവല്യൂഷൻ വാസ് റീസ്റ്റോർഡ് ടു പവർ. അപ്പോൾ അവരെ തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്നത്. സോ ദ ബോർബോൺ ഡൈനാസ്റ്റി കെയിം ബാക്ക് ഇൻ ടു പവർ എന്നോട് ഓർത്തിരിക്കാം. പിന്നെ അടുത്ത കാര്യം ഇവർ ചെയ്യുന്നത്, ഈ ഫ്രാൻസ് പിടിച്ചടക്കിയ ഒരുപാട് പ്രദേശങ്ങൾ അവരിൽ നിന്നും ഇവർ തിരിച്ചു മേടിക്കുന്നുണ്ട്. ആൻഡ് ഫ്രാൻസ് ലോസ്റ്റ് ദ ടെറിട്ടറീസ് ഇറ്റ് ഹാഡ് അനെക്സ്ഡ് അണ്ടർ നെപ്പോളിയൻ. അനെക്സ് പറഞ്ഞാൽ പിടിച്ചടക്കുക. അപ്പോൾ നെപ്പോളിയൻ്റെ കീഴിൽ ഫ്രാൻസ് പിടിച്ചടക്കിയ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഫ്രാൻസിന് നഷ്ടമാകുന്നു. പിന്നെ അടുത്ത കാര്യമായി ചെയ്യുന്നത്, എ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് വേർ സെറ്റപ്പ് ഓൺ ദ ബൗണ്ടറീസ് ഓഫ് ഫ്രാൻസ് ടു പ്രിവെൻറ്റ് ഫ്രഞ്ച് എക്സ്പാൻഷൻ ഇൻ ഫ്യൂച്ചർ. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വികസനം പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല, ഇതിൻ്റെ വ്യാപനം, മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിക്കൽ. അപ്പോൾ നെപ്പോളിയനെ പോലെ ഒരു പുതിയ നേതാവ് ഇനി ഫ്രാൻസിലെങ്ങാനും വന്നാലോ, ഭാവിയിൽ വീണ്ടും ഈ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ഫ്രാൻസ് വീണ്ടും കീഴടക്കിയാലോ എന്ന് ഇവർ ആലോചിക്കും. അപ്പോൾ അതിനെ തടയാനായിട്ട്, ഭാവിയിൽ ഫ്രാൻസിൻ്റെ ഈ എക്സ്പാൻഷൻ തടയാൻ വേണ്ടിയിട്ടും ഫ്രാൻസിന് ചുറ്റുഭാഗം ഒരു മതിൽ പോലെ ഇവരുടെ കൺട്രോളിൽ നിൽക്കുന്ന, ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, നമ്മുടെ കൺസർവേറ്റീവ്സിൻ്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുന്ന തരത്തിൽ ഒരുപാട് സ്റ്റേറ്റുകൾ ഇവർ അവിടെ ഉണ്ടാക്കുകയാണ്. ഫ്രാൻസിനെ വളഞ്ഞുകൊണ്ട് അങ്ങനെ സ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്നു. ദസ് ദ കിങ്ഡം ഓഫ് നെതർലാൻഡ്സ് വിച്ച് ഇൻക്ലൂഡഡ് ബെൽജിയം വാസ് സെറ്റപ്പ് ഇൻ ദ നോർത്ത്. അപ്പം നോർത്തേൺ സൈഡിൽ, ഫ്രാൻസിൻ്റെ നോർത്തേൺ സൈഡിൽ അവർ സ്ഥാപിച്ച ആ രാജവംശമാണ് കിങ്ഡം ഓഫ് നെതർലാൻഡ്സ്. അപ്പോൾ ഓൾറെഡി നിലവിലുള്ള രാജവംശമാണ്
ഇവർക്ക് ഈ പ്രദേശത്തെ അധികാരം അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ കിങ്ഡം ഓഫ് നെതർലാൻഡ്സ് വിച്ച് ഇൻക്ലൂഡഡ് ബെൽജിയം വാസ് സെറ്റപ്പ് ഇൻ നോർത്ത്. ദെൻ ജനോവ വാസ് ഓർഡർ ടു പീഡ്മോണ്ട് ഇൻ ദ സൗത്ത്. അപ്പോൾ ജനോവ എന്ന് പറയുന്ന പ്രദേശം പീഡ്മോണ്ടിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. അവർ കിടക്കുന്നത് സൗത്തേൺ സൈഡിലാണ്. ഇതൊക്കെ ഇപ്പോൾ ഇന്ന് ഇറ്റലിയുടെ ഭാഗമാണ്. അപ്പോൾ അന്ന് ഇറ്റലി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പീഡ്മോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ സമയത്ത് പഠിക്കുന്ന ഒരു പ്രോവിൻസാണ് പീഡ്മോണ്ട്. അപ്പോൾ സൗത്തേൺ സൈഡിൽ ജനോവ പീഡ്മോണ്ടിലേക്ക് ആഡ് ചെയ്തു. ദെൻ പ്രഷ്യ, ജർമ്മനിയിൽ ആ സമയത്തുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റാണ് പ്രഷ്യ എന്ന് പറയുന്നത്. പ്രഷ്യ വാസ് ഗിവൺ ഇമ്പോർട്ടൻ്റ് ന്യൂ ടെറിട്ടറീസ് ഓൺ ഇറ്റ്സ് വെസ്റ്റേൺ ഫ്രോണ്ടിയേഴ്സ്. പ്രഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ അവർക്ക് പുതിയ പ്രദേശങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ ഇവർ ഫ്രാൻസിൽ നിന്നും പിടിച്ചെടുത്ത ഈ പ്രദേശങ്ങൾ വീതിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പ്രഷ്യയ്ക്ക് കുറച്ച് സ്ഥലങ്ങൾ അവരുടെ വെസ്റ്റേൺ സൈഡിൽ കിട്ടുന്നുണ്ട്. വൈൽ ഓസ്ട്രിയ വാസ് ഗിവൺ കൺട്രോൾ ഓഫ് നോർത്തേൺ ഇറ്റലി. അപ്പോൾ നോർത്തേൺ ഇറ്റലിയുടെ കൺട്രോൾ കിട്ടുന്നത് ഓസ്ട്രിയയ്ക്കാണ്. But the German confederation of 39 states that had been set up by Napoleon was left untouched. അപ്പോൾ അവർ തൊടാതെ ഒഴിവാക്കിയൊരു കാര്യമുണ്ട്, അതാണ് നെപ്പോളിയൻ ചെയ്തതാണ്. നമുക്കറിയാം, നെപ്പോളിയൻ ജർമ്മനിയിലേക്ക് യുദ്ധമൊക്കെ നയിച്ച് പോകുമ്പോൾ അവിടെ കൗണ്ട്ലെസ് പ്രിൻസിപ്പാലിറ്റീസ് ആണുള്ളത്. ഒരുപാട് സ്റ്റേറ്റ്, എണ്ണാൻ കഴിയാത്ത അത്രയും കഷ്ടങ്ങളായിട്ട് കിടക്കുന്ന ചിതറിക്കിടക്കുന്ന സ്റ്റേറ്റുകളായിരുന്നു ജർമ്മനിയിൽ ഉണ്ടായിരുന്നത്. ഭരിക്കാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹി സിംപ്ലിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ എന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 39 സ്റ്റേറ്റുകളായിട്ട് കോൺഫെഡറേഷനായിട്ട് ഈ ജർമ്മനിനെ ഇയാൾ കുറച്ച് കൊണ്ടുവരാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പം അവിടെ ഭരിക്കാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഇവർ ഒന്നും ചെയ്യുന്നില്ല. കാരണം നല്ലൊരു കാര്യമായതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ അവിടെ ഭരിക്കാൻ എളുപ്പമായതുകൊണ്ടും ഈ ജർമ്മൻ കോൺഫെഡറേഷനെ, ഈ 39 സ്റ്റേറ്റുകളെ അവർ ഒന്നും ചെയ്യാതെ അവിടെ ഒഴിവാക്കുന്നു. ദേ ലെഫ്റ്റ് അൺടച്ച്ഡ്. ഇൻ ദ ഈസ്റ്റ് റഷ്യ വാസ് ഗിവൺ പാർട്ട് ഓഫ് പോളണ്ട്. പിന്നെ അടുത്തൊരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് റഷ്യ. റഷ്യക്ക് കിട്ടുന്നത് പോളണ്ടാണ്. അപ്പോൾ ഈ റഷ്യയും പോളണ്ടിനെയൊക്കെ പറ്റി നമ്മൾ വരുന്ന ഭാഗത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് റൊമാൻറ്റിക് നാഷണൽസ് ഒക്കെ പറയുമ്പോൾ റഷ്യ പോളണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പോളണ്ടിനെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പോളണ്ടിനെ അടിച്ചമർത്തുന്ന ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് റഷ്യ എന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക. സോ വൈൽ പ്രഷ്യ വാസ് ഗിവൺ എ പോർഷൻ ഓഫ് സാക്സോണി. പിന്നെ പ്രഷ്യയ്ക്ക് സാക്സോണി എന്ന് പറയുന്ന സ്ഥലം കൂടിയും അവർ കൊടുക്കുന്നു. സോ ദ മെയിൻ ഇൻറ്റൻഷൻ വാസ് ടു റീസ്റ്റോർ ദ മൊണാർക്കീസ് ദാറ്റ് ഹാഡ് ബീൻ ഓവർത്രോൺ ബൈ നെപ്പോളിയൻ ആൻഡ് ക്രിയേറ്റ് എ ന്യൂ കൺസർവേറ്റീവ് ഓർഡർ ഇൻ യൂറോപ്പ്. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നെപ്പോളിയൻ തകർത്തെറിഞ്ഞ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ തിരിച്ചു കൊണ്ടുവരാനും യൂറോപ്പിലൊരു പുതിയ തരത്തിലുള്ള കൺസർവേറ്റീവ് ഓർഡർ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഈ 1815 ട്രീറ്റി ഓഫ് വിയന്ന പ്രകാരം നമ്മുടെ കൺസർവേറ്റീവ്സ് ചെയ്യുന്നത്. കൺസർവേറ്റീവ് റെജിം സെറ്റപ്പ് ഇൻ 1815 വേർ ഓട്ടോക്രാറ്റിക്. അപ്പോൾ അവർ ഓട്ടോക്രാറ്റിക്കാണ്. അപ്പോൾ ഈ റെജിമൊക്കെ തന്നെ സ്വേച്ഛാധിപതികളാണ് അല്ലെങ്കിൽ ഏകാധിപതികളാണ്. ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ വേറെ അധികാര കേന്ദ്രങ്ങളൊന്നും തന്നെ ഇല്ല. ഇവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആ പ്രദേശങ്ങളൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത്. സോ കൺസർവേറ്റീവ് റെജിംസ് സെറ്റപ്പ് ഇൻ 1815 വേർ ഓട്ടോക്രാറ്റിക്. ദേ ഡിഡ് നോട്ട് ടോളറേറ്റ് ക്രിറ്റിസിസം. ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, സഹിക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, അതൊക്കെയാണ് ടോളറൻസ് എന്ന് പറഞ്ഞാലും. ദീസ് കൺസർവേറ്റീവ്സ് ഓർ ദ ഓട്ടോക്രാറ്റിക് മൊണാർക്കീസ് ദേ വർ അണേബിൾ ടു ടോളറേറ്റ്. അവർക്ക് ക്രിറ്റിസിസം സഹിക്കാൻ കഴിയുന്നില്ല. ക്രിറ്റിസിസം പറഞ്ഞാൽ വിമർശിക്കുക. അപ്പോൾ നമുക്കും ഒരു പക്ഷേ പലപ്പോൾ ഈ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയാറില്ല. അപ്പോൾ എന്താണ് വിമർശനം എന്ന് പറഞ്ഞാൽ? വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇഷ്ടം ഇല്ലെങ്കിൽ കൂടി നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നമ്മളെ ഒരാൾ സമീപിക്കുകയാണെങ്കിൽ അത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഈ കൺസർവേറ്റീവ്സിൻ്റെ ദുർഭരണത്തെ ആരെങ്കിലും എതിർക്കുകയോ ക്രിട്ടിസൈസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവർക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ദേ ആർ അണേബിൾ ടു ടോളറേറ്റ്. ദേ ഡിഡ് നോട്ട് ടോളറേറ്റ് ക്രിറ്റിസിസം ആൻഡ് ഡിസെൻറ്റ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഇവർക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ആൻഡ് സോട്ട് ടു കർബ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്വസ്റ്റ്യൻഡ് ദ ലെജിറ്റിമസി ഓഫ് ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഇവരുടെ നിയമസാധുതയെ, ഇവരുടെ ഭരണത്തിനെ ഏതൊക്കെ രീതിയിൽ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അതൊക്കെ അവർ കർബ് ചെയ്യണം. കർബ് പറഞ്ഞാൽ അടിച്ചമർത്തുക, ഒതുക്കുക എന്നൊക്കെയാണ് അർത്ഥം. മോസ്റ്റ് ഓഫ് ദം ഇമ്പോസ്ഡ് സെൻസർഷിപ്പ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഈ കൺസർവേറ്റീവ്സ് ഭരിക്കുന്ന എല്ലാ പ്രദേശങ്ങളും സെൻസർഷിപ്പ് കൊണ്ടുവരാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആദ്യം അത് സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും.
കാരണം അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അവരത് സെൻസർ ബോർഡ് അത് കട്ട് ചെയ്ത് കളയും. അതേപോലെ യൂറോപ്പിലെ ഈ കൺസർവേറ്റീവ്സ് സെൻസർഷിപ്പ് കൊണ്ടുവരാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും പേപ്പറിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ ഇവരെ വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് നോക്കാനും അങ്ങനെയുള്ള ആ കണ്ടൻറ്റ് അവിടെ നിന്ന് എടുത്തു കളയാനും വേണ്ടിയിട്ടാണ് ഇവർ സെൻസർഷിപ്പ് ലോസ് കൊണ്ടുവരുന്നത്. ടു കൺട്രോൾ വാട്ട് വാസ് സെഡ് ഇൻ ന്യൂസ് പേപ്പർ, ബുക്സ്, പ്ലേസ് എന്ന് പറഞ്ഞാൽ നാടകങ്ങൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പ്ലേസ് ആൻഡ് സോങ്സ് ആൻഡ് റിഫ്ലക്റ്റഡ് ദ ഐഡിയാസ് ഓഫ് ലിബർട്ടി ആൻഡ് ഫ്രീഡം. അപ്പോൾ ഇത്രയും മോഡേൺ ആയിട്ടുള്ള ആശയങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യം, ലിബർട്ടി എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ പോലും ഏതെങ്കിലും പേപ്പറിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ കൺസർവേറ്റീവ്സ് ഇവിടെ സെൻസർഷിപ്പ് ലോസ് കൊണ്ടുവരുന്നത്. ബിക്കോസ് അവർക്ക് ക്രിറ്റിസിസം ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആരും ഇവരെ എതിർക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇനി അടുത്ത അതിൽ പറയുന്നത് ഫ്രീഡം അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ലിബർട്ടിയും ഫ്രട്ടേണിറ്റിയൊക്കെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദ മെമ്മറി ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ നൺ ദലെസ് കണ്ടിന്യൂ ടു ഇൻസ്പയർ ലിബറൽസ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഈ ലിബറൽസിന് ഇപ്പോഴും അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഇപ്പോഴും അവരുടെയൊക്കെ ഓർമ്മകളിൽ നിലനിൽക്കുകയാണ്. സോ വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ടേക്കൺ up by liberal nationalists who criticized the new conservative order was freedom of press. അപ്പോൾ ഈ ലിബറൽസിൻ്റെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഡിമാൻഡ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ദ പ്രസ്സാണ്. പത്രമെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ എഴുതാൻ വേണ്ടിയിട്ട് സമ്മതിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഈ ലിബറൽ നാഷണലിസ്റ്റിന് ആ സമയത്തുള്ളത്. ഇവർ നമ്മുടെ കൺസർവേറ്റീവ്സിനെ എതിർക്കുന്നവരാണെന്നും കൂടി അവിടെ ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ അടുത്തൊരു ടോപ്പിക്കാണ് ദ റവല്യൂഷണറീസ്. റവല്യൂഷണറീസ് എന്ന് പറഞ്ഞാൽ ആരാണോ റവല്യൂഷൻ ചെയ്യുന്നത് അവരെ നമുക്ക് റവല്യൂഷണറീസ് എന്ന് പറയാം. അതായത് വിപ്ലവകാരികൾ. അപ്പോൾ അത് അങ്ങനത്തെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ മാസിനി, ഇറ്റാലിയൻ റവല്യൂഷണറിയാണ് അദ്ദേഹം. അയാളെക്കുറിച്ചാണ് നമ്മളിവിടെ ഈ പാരഗ്രാഫിൽ പറയാനായിട്ട് പോകുന്നത്. സോ ദ റവല്യൂഷണറീസ് ഡ്യൂറിങ് ദ ഇയേഴ്സ് ഫോളോയിങ് 1815 the fear of oppression drove many liberal nationals underground. 1815 ശേഷം നെപ്പോളിയൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു കൺസർവേറ്റീവ്സ് ഓർഡറാണ് യൂറോപ്പിൽ നിലനിൽക്കുന്നത്. അവർ ക്രിറ്റിസിസം ഇഷ്ടപ്പെടുന്നില്ല. അത്തരത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ അവർ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ലിബറൽ നാഷണലിസ്റ്റുകൾ അവർ ഒളിവിൽ പോവുകയാണ് ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഒളിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ ഗവൺമെൻറ്റുകൾ ഇവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനും ജയിലിലടയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒളിവിലാണ്. ദേ ആർ ഇൻ അണ്ടർഗ്രൗണ്ട്. സോ സീക്രട്ട് സൊസൈറ്റീസ് സ്പ്രാങ് അപ്പ് ഇൻ മെനി യൂറോപ്യൻ സ്റ്റേറ്റ്സ് ടു ട്രെയിൻ റവല്യൂഷണറീസ് ആൻഡ് സ്പ്രെഡ് ദെയർ ഐഡിയാസ്. അപ്പോൾ ഈ സീക്രട്ട് സൊസൈറ്റികൾ, രഹസ്യ സംഘങ്ങൾ, ഇപ്പോൾ പബ്ലിക്കായിട്ട് അവർക്ക് പ്രവർത്തിക്കാനും സാധിക്കില്ല, ഗവൺമെൻറ് അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ടാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സീക്രട്ട് സൊസൈറ്റീസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്പ്രാങ് അപ്പ് എന്ന് പറഞ്ഞാൽ മുളച്ചു പൊന്തി വരിക. യൂറോപ്പിൻ്റെ നാനാഭാഗത്തും ഇത്തരത്തിലുള്ള സീക്രട്ട് സൊസൈറ്റികൾ മുളച്ചു പൊന്തി വരികയാണ്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വിപ്ലവ ചിന്ത വച്ച് പുലർത്തുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഇവരുടെ ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സീക്രട്ട് സൊസൈറ്റികൾ ഇവർ ഉണ്ടാക്കുന്നത്. To be a revolutionary at this time meant a commitment to oppose monarchical forms that had been established after the Vienna Congress. അപ്പോൾ ഈ സമയത്ത് ഒരു വിപ്ലവകാരിയാണ് ഞാൻ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കൺസർവേറ്റീവ്സിനെ എതിർക്കാനുള്ള ഒരു ചങ്കൂറ്റമുള്ള വ്യക്തി എന്നുള്ളതാണ്. To be a revolutionary at this time meant commitment to oppose monarchical forms that had been established after Vienna Congress and to fight for liberty and freedom. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറാവണം എന്നുള്ളൊരു മീനിങ് കൂടി ഈ റവല്യൂഷണറീസ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദീസ് റവല്യൂഷണറീസ് ഓൾസോ സോ ദ ക്രിയേഷൻ ഓഫ് എ നാഷൻ സ്റ്റേറ്റ് ആസ് എ നെസസറി പാർട്ട് ഓഫ് ദ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. പിന്നെ അടുത്തത് ഇവരുടെ ഒരു ഉറച്ച നിലപാടെന്ന് പറഞ്ഞാൽ ഈ നാഷൻ സ്റ്റേറ്റിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള രാജ്യങ്ങളുടെ ക്രിയേഷനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്
തയ്യാറായിട്ടാണ് ആ സമയത്ത് റവല്യൂഷണറീസ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സോ വൺ സച്ച് ഇൻഡിവിജ്വൽ വാസ് ദ ഇറ്റാലിയൻ റവല്യൂഷണറി ജ്യൂസപ്പെ മാസിനി. അപ്പോൾ ഈസ് എ ഇറ്റാലിയൻ റവല്യൂഷണറി എന്നുള്ള ഓർക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹു വാസ് ജ്യൂസപ്പെ മാസിനി? ഹി വാസ് എ ഇറ്റാലിയൻ റവല്യൂഷണറി. സോ വൺ സച്ച് ഇൻഡിവിജ്വൽ വാസ് ദ ഇറ്റാലിയൻ റവല്യൂഷണറി ജ്യൂസപ്പെ മാസിനി, ബോൺ ഇൻ ജനോവ ഇൻ 1807. അപ്പോൾ അദ്ദേഹം ജനോവയിലാണ് ജനിക്കുന്നത് 1807. ആ ഡീറ്റെയിൽസ് അവിടെ ഒന്ന് ഓർത്തിരിക്കാം. ഹി വാസ് ബോൺ ഇൻ ജനോവ ഇൻ 1807. ഹി ബിക്കം എ മെമ്പർ ഓഫ് ദ സീക്രട്ട് സൊസൈറ്റി ഓഫ് ദ കാർബോണാരി. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒരു സീക്രട്ട് സൊസൈറ്റിയാണ് കാർബോണാരി എന്ന് പറയുന്നത്. ആസ് എ യങ് മാൻ ഓഫ് 24 ഹി വാസ് സെൻറ്റ് ഇൻ ടു എക്സൈൽ ഇൻ 1831. 1831 അദ്ദേഹത്തിനെ നാട് കടത്തുന്നുണ്ട്. എക്സൈൽ എന്ന് പറഞ്ഞാൽ നാട് കടത്തുക. സോ ഹി വാസ് സെൻറ്റ് ഇൻ ടു എക്സൈൽ ഇൻ 1831 ഫോർ അറ്റംപ്റ്റിംഗ് എ റവല്യൂഷൻ ഇൻ ലിഗൂറിയ. അപ്പോൾ ലിഗൂറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഇറ്റലിയുടെ വെസ്റ്റേൺ സൈഡിലൊക്കെ കിടക്കുന്ന ഒരു ചെറിയൊരു പ്രദേശമാണ് ലിഗൂറിയ. അപ്പം ആ ലിഗൂറിയയിൽ ഒരു വിപ്ലവം നയിച്ചതിൻ്റെ പേരിൽ ഈ കൺസർവേറ്റീവ്സ് റെജിംസ് ഇദ്ദേഹത്തിനെ ക്യാപ്ചർ ചെയ്യുകയും നാട് കടത്തുകയും ചെയ്യുന്നുണ്ട്. സോ ഹി വാസ് ജസ്റ്റ് 24 at that time. So as a young man of 24 he was sent into exile in 1831 for attempting a revolution in Liguria. Subsequently he founded two more underground societies, first Young Italy in Marseilles and then Young Europe in Bern. പിന്നെ കൂടാതെ ഇദ്ദേഹം വേറെ 2 സീക്രട്ട് സൊസൈറ്റികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയ 2 സീക്രട്ട് സൊസൈറ്റിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് യങ് ഇറ്റലി എന്ന് പറയുന്നത് ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യങ് ഇറ്റലി ഉണ്ടാക്കുന്നത്. യങ് ഇറ്റലി ഇൻ മാർസെയിൽസ്, ആ നഗരത്തിൻ്റെ പേരും കൂടി ഓർത്തിരിക്കുക. യങ് ഇറ്റലി ഇദ്ദേഹം ഫോം ചെയ്യുന്നത് മാർസെയിൽസിൽ വെച്ചിട്ടാണ്. പിന്നെ യങ് യൂറോപ്പ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നത് ബേണിൽ വെച്ചിട്ടാണ്. ബേൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. whose members were like-minded young men from Poland, France, Italy and the German states. അപ്പം ഈ സംഘടനകളിൽ മെമ്പേഴ്സായിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് മൈൻഡഡ് ആണ്. ഒരേ ചിന്താഗതി വെച്ച് പുലർത്തുന്ന വളരെ ചുറുചുറുക്കുള്ള യങ്സ്റ്റേഴ്സാണ് ഈ സംഘടനകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള യങ്സ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. പോളണ്ട്, ഫ്രാൻസ്, ഇറ്റലി ആൻഡ് ജർമ്മൻ സ്റ്റേറ്റ്സ്. സോ മാസിനി ബിലീവ്ഡ് ദാറ്റ് ഗോഡ് ഹാഡ് ഇൻറ്റൻറ്റഡ് നാഷൻ ടു ബി എ നാച്ചുറൽ യൂണിറ്റ് ഓഫ് മാൻകൈൻഡ്. അപ്പം മാസിനി വിശ്വസിക്കുന്നത് നാഷൻ അല്ലെങ്കിൽ ദേശം എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലി ഒക്കർ ചെയ്യേണ്ടതാണ്, നാച്ചുറലി ആവേണ്ടതാണ്. ആരുടെയും ബലപ്രയോഗം കൊണ്ട് ഒന്നിച്ച് നിൽക്കേണ്ടതല്ല ഒരു നാഷൻ. അത് പ്രകൃതി തന്നെ ഉണ്ടാക്കുന്നതാണ്. മനുഷ്യകുലത്തിൻ്റെ ഒരു യൂണിറ്റ്, ഒരു ഐക്യത്തോടെയുള്ളൊരു നിലനിൽപ്പായിരിക്കണം ഒരു ദേശം അല്ലെങ്കിൽ ഒരു രാജ്യം എന്നാണ് മാസിനി വിശ്വസിക്കുന്നത്. സോ ഇറ്റലി കുഡ് നോട്ട് കണ്ടിന്യൂ ടു ബി എ പാച്ച് വർക്ക് ഓഫ് സ്മോൾ സ്റ്റേറ്റ്സ് ആൻഡ് കിങ്ഡംസ്. അപ്പോൾ ഇറ്റലിക്ക് ഇനിയും മുന്നോട്ട് ഇതേപോലെയുള്ളൊരു പാച്ച് വർക്ക് പോലെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള, ആരുടെയും നിർബന്ധപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള കുറേ കിങ്ഡംസ് ഒന്നായിട്ട് ഇറ്റലിക്ക് ഇനി നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മാസിനി വിശ്വസിക്കുന്നു. It had to be forged into a single unified republic with a wider alliance of nation. അപ്പോൾ അത് വളരെ ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ളൊരു തിരഞ്ഞെടുക്കപ്പെട്ട തലവനുള്ള ഒരു റിപ്പബ്ലിക്കായിട്ട് ആവണം ഇറ്റലി എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. സോ ദിസ് യൂണിഫിക്കേഷൻ അലോൺ കുഡ് ബി ദ ബേസിസ് ഓഫ് ഇറ്റാലിയൻ ലിബർട്ടി. അപ്പോൾ ഇറ്റലിയിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ യൂണിഫിക്കേഷനാണ്. ഈ യൂണിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഇറ്റലിക്കും ഇറ്റാലിയൻ ജനതയ്ക്കും സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ എന്ന് മാസിനി പറയുന്നു. സോ ഫോളോയിങ് ഹിസ് മോഡൽ സീക്രട്ട് സൊസൈറ്റീസ് വെർ സെറ്റപ്പ് ഇൻ ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് ആൻഡ് പോളണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ട്, ഈ ഇദ്ദേഹത്തിൻ്റെ സീക്രട്ട് സൊസൈറ്റീൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് ജർമ്മനിയിലും ഫ്രാൻസിലും അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ്, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇതേപോലെയുള്ള സീക്രട്ട് സൊസൈറ്റികൾ വരികയാണ്. സോ മാസിനീസ് relentless opposition to monarchy and his vision of democratic republics frightened the conservatives. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കൺസർവേറ്റീവ്സിൻ്റെ ടീംസിന് ഇദ്ദേഹത്തിൻ്റെ ധൈര്യവും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാഠമൊക്കെ ഇവരെ വല്ലാണ്ട് ഫ്രൈറ്റൻ ചെയ്തു, വല്ലാതെ ഭയപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂക്ക് മെറ്റേണിക്ക് ഇയാളെക്കുറിച്ച് പറയുന്നുണ്ട്,
ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമി ഓഫ് അവർ സോഷ്യൽ ഓർഡർ. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അപകടകാരിയായിട്ടുള്ളൊരു എനിമിയാണ് മാസിനി എന്ന് പറഞ്ഞ വ്യക്തി ഡ്യൂക്ക് മെറ്റേണിക്. അപ്പോൾ ഡ്യൂക്ക് മെറ്റേണിക്കിനെ പറ്റിയിട്ട് 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, വിയന്ന കോൺഗ്രസ് ഹോസ്റ്റ് ചെയ്ത വ്യക്തിയും കൂടാതെ മെറ്റേണിക് മാസിനിയെ കുറിച്ച് പറഞ്ഞ കാര്യം കൂടിയുണ്ട്. അതാണ് ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമി ഓഫ് അവർ സോഷ്യൽ ഓർഡർ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിന് ഇത് ആവശ്യപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. വീഡിയോ കേട്ട എല്ലാവർക്കും താങ്ക്സ്.